പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 3-ാം മാസത്തിൻ്റെ 29ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 3-ാം മാസത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ ആരാധനയുടെ നടുവിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഈ വിശുദ്ധ പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചല്ലോ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയെല്ലാം ക്ഷമിച്ച് നാഥൻ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവൻ തന്ന വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അവൻ ക്രിസ്തേശുവിൽ അറിയിക്കുന്നു. ദൈവമെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 3 മാസം നമ്മെ ദൈവം കരുതുവാനിടയായി. ദൈവത്തിൻ്റെ വൻകര നമ്മെ താങ്ങി നടത്തുവാനിടയായി. ഈ 3-ാം മാസം അനവധി അത്ഭുതങ്ങളെ കാണുവാൻ ദൈവം നമ്മെ ഇടയാക്കി. അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, സൗന്ദര്യവും സമ്പത്തും വിദ്യാഭ്യാസവുമുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, സർവശക്തനായ ദൈവം നമ്മെ കൺമണി പോലെ പരിപാലിച്ചു, നമ്മെ സൂക്ഷിച്ചു. ഒന്നുപോലും എണ്ണത്തിൽ കുറഞ്ഞു പോകുവാൻ ഇടവരാതെ അവിടെ എവിടെയായി ദൈവം നമ്മെ പരിപാലിക്കുവാനിടയായി. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പലവിധമായ പ്രതികൂലങ്ങളെല്ലാം ആഞ്ഞടിച്ചപ്പോഴൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവം അവിടെ എവിടെയായി ചിറകൻ മറവിൽ മറയ്ക്കുവാനിടയായി. ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ അടുത്തു ചെല്ലാം. ആമേൻ. 120-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഈ സങ്കീർത്തന ഭാഗം നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ സമാധാനമില്ലാത്ത ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, സമാധാനമില്ലാതെ അനേക വ്യക്തികൾ ഈ പ്രഭാതം ഈ സന്ദേശം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവിക സമാധാനം ഉണ്ടാകേണ്ടതിനാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സമാധാനമില്ലാത്ത ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു. ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ സകല പ്രശ്നങ്ങളുടെയും യഥാർത്ഥ കാരണം സമാധാനമില്ലായ്മയാണ്. പരസ്പരം രമ്യതയിൽ ജീവിക്കുവാൻ കഴിയുന്നിടത്താണ് സമാധാനം പുലരുന്നത്. ഈ സങ്കീർത്തനക്കാരൻ സമാധാനം ആഗ്രഹിക്കുന്നതാണെങ്കിലും സാഹചര്യങ്ങൾ തന്നെ സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല. ദൈവത്തിൽ നിന്നും അകന്നത് നിമിത്തമാണ് മനുഷ്യന് സമാധാനം നഷ്ടമായത്. ആ ബന്ധത്തിൽ തിരികെ പ്രവേശിക്കുമ്പോൾ മാത്രമേ നഷ്ടമായ സമാധാനം മടക്കി പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മീയ സമാധാനം നഷ്ടമാകുമ്പോൾ ആന്തരിക സമാധാനവും നഷ്ടമാകും. കൂടാതെ ഒരുവനെ അലട്ടുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്തകൾ, ഭാവിയിൽ തനിക്ക് ദോഷമായി തീരുമെന്ന് ചിന്തിക്കുന്ന നിരവധി വിഷയങ്ങൾ എന്നിവ നിമിത്തവും ഉള്ള സമാധാനവും കൂടെ നഷ്ടമാകും. അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിട്ട നഷ്ടങ്ങളും പരാജയങ്ങളും നിമിത്തമോ, ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗങ്ങൾ നിമിത്തമോ ഭാവിയിൽ തന്നെ സഹായിപ്പാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള ചിന്തയോ, നാളെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ആശങ്കകളോ നിമിത്തവും ഒരുവന് സമാധാനം ഇല്ലാതാകാം. ഇതിനുള്ള പരിഹാരം ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവവചനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
മറ്റുള്ള വ്യക്തികളുമായി യോജിച്ച് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ വൈരാഗ്യത്തോടും പുച്ഛത്തോടും ഇടപെടുമ്പോൾ ഒരു ദൈവവേദൻ സ്തോത്രം സമാധാനം നഷ്ടമാകും. ദൈവ ഭയമില്ലാത്ത ശത്രുക്കളുടെ നടുവിൽ അവൻ അകപ്പെടുമ്പോൾ രാജ്യ നിയമങ്ങൾ കഠിനമാക്കുമ്പോൾ തുടങ്ങിയ നിരവധി കാരണങ്ങളാലും ഒരു വ്യക്തിയുടെ സമാധാനം നഷ്ടമാകും. നമുക്കറിയാം, അനേക പ്രിയപ്പെട്ടവരുടെ ആത്മീയ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവിക സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ രാജ്യത്തിൽ കൂടെയാണ് നാം ജീവിക്കുന്നത് പോലും. സമാധാനമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപഫലമായി മനുഷ്യന്റെ സമാധാനം നഷ്ടമായി പാപിയായി തീർന്ന മനുഷ്യന്റെ അടിയന്തരാവശ്യം തൻ്റെ പാപത്തിന് പരിഹാരം കണ്ടെത്തി ദൈവത്തോട് നിരപ്പ് അഥവാ സമാധാനം പ്രാപിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് മനുഷ്യന്റെ ഭാഗത്തു നിന്നും അസാധ്യമാകയാൽ ദൈവം തന്നെ അതിന് മാർഗമൊരുക്കി. തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കാൽവരി മരണത്തിൽ കൂടെ ഹല്ലേലൂയ ഈ ശത്രുതയ്ക്ക് നിത്യമായ പരിഹാരം വരുത്തുകയും ലോകത്തെ ദൈവത്തോട് നിരപ്പിക്കുകയും ചെയ്തു. സമാധാനം ആർക്കാണ് ലഭിക്കുന്നത്? നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും ജഡത്തിൻ്റെ പല സ്വഭാവങ്ങളും നമ്മെ വിട്ടുപിരിയുകയില്ല. ആകയാൽ ചിലതെല്ലാം നാം ഉപേക്ഷിക്കുകയും ചിലതെല്ലാം സ്വന്തമാക്കുകയും ചെയ്തു എങ്കിൽ മാത്രമേ ആന്തരികവും ബാഹ്യവുമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അനേകരും കാപട്യങ്ങളിൽ കൂടെ മറ്റുള്ളവരെ ചതിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്ന നിലകളിലേക്ക് അനേകർ ഓരോ ദിനവും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തോട് സമാധാനം പ്രാപിക്കാത്ത ആർക്കും നിലനിൽക്കുന്ന സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സമാധാനത്തോട് ജീവിക്കുന്നത് കാണുവാനുള്ള ക്ഷമയുമില്ല. തങ്ങളെക്കാൾ അധികം യോസഫിനെ അപ്പൻ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ മൂത്ത സഹോദരങ്ങൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അസൂയ ഉള്ളവർക്ക് സമാധാനം ഉണ്ടാകുകയുമില്ല, അത് വേറെ കാര്യം. അതുപോലെ ന്യായമില്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവർക്കും സമാധാനത്തിൻ്റെ വഴി അവർ അറിയുകയില്ല. അതുപോലെ ദുഷ്ടന്മാർക്കും അഹങ്കാരികൾക്കും സമാധാനം ഇല്ല എന്നും ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യുന്നു. ആമേൻ. സമാധാനം മൊത്തമായും ചില്ലറയായും വിൽക്കുന്ന വലിയ പ്രവാചകന്മാരും ദർശകന്മാരും ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ അരങ്ങു തകർക്കുകയാണ്. സമാധാനമെങ്ങും വാരിക്കോരി കൊടുക്കുകയാണ്. വ്യക്തികളുടെ തെറ്റുകളെ വചന വെളിച്ചത്തിൽ വെളിപ്പെടുത്താതെ ശുഭകരമായ ഭാവി മാത്രം പറഞ്ഞു നടക്കുന്ന ഈ കൂട്ടരുടെ വഞ്ചനയിൽ അനേകർ കുടുങ്ങി അവരുടെ ഉള്ള സമാധാനം കൂടെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. വാലല്ല തലയാക്കും, നിന്നെ ഉന്നതങ്ങളിലെത്തിക്കും, നീ സമ്പന്നനാകും, ഇങ്ങനെയൊക്കെ വലിയ വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനത്തെ കബളിപ്പിച്ച് ഉള്ള സമാധാനം കൂടെ അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദ്രവ്യാഗ്രഹികളായ പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. ലോകത്തിൽ നാം മാത്രം സമാധാനം അനുഭവിച്ചാൽ മതി എന്ന ചിന്ത ശരിയല്ല. സമാധാനമില്ലാതെ ജനകോടികൾ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന സമാധാന മാർഗം മറ്റുള്ളവരോട് പങ്കുവെക്കണം. അവരെയും ഈ സമാധാന പാതയിൽ എത്തിക്കുകയും ചെയ്യേണ്ട ചുമതല നമ്മിൽ നിർബന്ധിതമാണ്. ആകയാൽ പ്രിയ ദൈവവൈദ്യരെ, നാം സമാധാനം ഉണ്ടാക്കുന്നവരും സമാധാനം ആശംസിക്കുന്നവരുമായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. സകല മനുഷ്യരോടും സമാധാനത്തോടുകൂടെ ഇടപെടുന്നവരും കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം മനുഷ്യരോടും സമാധാനമായിരിക്കുവാൻ ദൈവം കൽപ്പിക്കുന്ന കൽപ്പനകളെ അനുസരിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ നമുക്കും ഈ പ്രഭാതം സ്തോത്രം പറയുവാൻ കഴിയണം. ആകയാൽ ആത്മാവിൻ്റെ ഫലമായ സമാധാനം നമ്മൾ ഈ പ്രഭാതം ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ദൈവം സമാധാനത്തോടുകൂടെ നടത്തട്ടെ എന്ന്
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞാൻ സമാധാനപ്രിയനാകുന്നു, ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു എന്ന് ഭക്തൻ ഇവിടെ വളരെ വേദനയോടുകൂടെ പാടിയ ഈ സങ്കീർത്തനം ഒരു പ്രഭാതം കൂടെ പാടുവാനും കർത്താവേ സമാധാനമില്ലാതെ ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും പരിശുദ്ധാത്മാവ് തന്ന എല്ലാ ഭാഗ്യങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുക. ആമേൻ. സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർ, ആമേൻ, ഹല്ലേലൂയ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവേ ഏകാന്തതയുടെ അനുഭവങ്ങളിൽ ആയിരിക്കുന്നവർ, മാനസികമായ നിരാശകളിലായിരിക്കുന്നവർ, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗബലഹീനതകളിൽ, കർത്താവെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, അനവധി വിഷയങ്ങളിൽ സമാധാനമില്ലാതെ ആയിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ നാഥൻ എൻ്റെ ദാസന്മാർക്ക് സമാധാനത്തെ നൽകുന്ന ആ ദൈവിക സ്നേഹവും കരുതലും ഇന്ന് പ്രഭാതം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.